നമസ്കാരം, ഞാൻ ആതിര വിജി ആണ്. വെൽക്കം ടു മൈ ചാനൽ വിജി എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് പഞ്ചായത്തി രാജ് ആണ്. എന്താണ് പഞ്ചായത്തി രാജ് എന്നും ഈ പഞ്ചായത്തി രാജിൽ തന്നെ പഞ്ചായത്തി രാജ് ഇന്ത്യയിൽ നടപ്പിലാക്കുവാൻ വേണ്ടി നിലവിൽ വന്ന കമ്മിറ്റികൾ ഏതെന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിൽ പഞ്ചായത്ത് രാജിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 73ാം ഭേദഗതിയും 74ാം ഭേദഗതിയും അതിനോടനുബന്ധിച്ച ഡെഫിനിഷൻസും അതിന്റെ സെക്ഷൻസും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, അങ്ങനെ പഞ്ചായത്തി രാജ് ഇന്ത്യയിൽ വരാൻ കാരണമായ നിരവധിയായ കമ്മിറ്റികളുണ്ട്. അത്തരം കമ്മിറ്റികളുടെ ശുപാർശകൾ, നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 1947 ഇന്ത്യ നിലവിൽ വന്നപ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന, സ്വന്തമായ ഒരു ഭരണഘടന നിലവിലുണ്ടായിരുന്നു ഏവർക്കും അറിയാലോ. ആ ഭരണഘടനയിൽ തന്നെ പ്രാദേശിക ഗവൺമെന്റ് അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ പറ്റി എവിടെയാണ് പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? പ്രധാനമായിട്ടും ഭരണഘടനയിൽ ഇത് ഉൾപ്പെടുത്തിയിരുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഇത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയത്? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തുന്നതെല്ലാം തന്നെ എന്താണ്? കോടതി മുഖേന പരിഹാരം കാണാത്തവയും എന്നാൽ ഉപദേശക സ്വഭാവമുള്ളവയുമാണ്. എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തുന്ന വിഷയങ്ങളെല്ലാം തന്നെ കോടതി മുഖേന നമുക്ക് പരിഹാരം കാണാൻ പറ്റാത്തതുമാണ്. അതുപോലെ തന്നെ എന്താണ്? ഇതൊരു ഉപദേശ സ്വഭാവമുള്ളതാണ്. എന്താണ്? രാഷ്ട്രത്തിനടുത്ത് പറയുകയാണ്, രാഷ്ട്രത്തിലെ ജനങ്ങളോട് പറയുകയാണ്, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഓരോ സംസ്ഥാനത്തിനും പ്രൊവൈഡ് ചെയ്ത് അത്തരം മാർഗനിർദ്ദേശക തത്വങ്ങൾ, അത്തരം ഉപദേശങ്ങളുള്ള വിഷയങ്ങളെ നമ്മൾ പരിപാലിച്ചു പോകുന്നു. അതാണ് ഈ പഞ്ചായത്തി രാജിൽ തന്നെ വരുന്ന പഞ്ചായത്തി രാജ് നിയമവും മുനിസിപ്പാലിറ്റിയുടെ നഗരപാലിക നിയമവും അങ്ങനെ വരുന്ന നിയമങ്ങളെല്ലാം തന്നെ ഇത് പ്രകാരം നിലവിൽ വന്നതാണ്. എന്നാൽ ഇത് നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റികൾ ഏതാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കമ്മിറ്റികൾ മുന്നോട്ട് വെച്ച ശുപാർശകൾ, നിർദ്ദേശങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ നിലവിൽ കാണുന്ന പഞ്ചായത്തി രാജ് സംവിധാനം രൂപപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ പ്രാദേശിക ഗവൺമെന്റുകൾ സംബന്ധിച്ച വിഷയങ്ങൾ പ്രധാനമായിട്ടും സംസ്ഥാനങ്ങൾക്കാണ് നൽകിയത്. അതായത് സംസ്ഥാനങ്ങൾക്കാണ് ഈ പ്രാദേശിക ഗവൺമെന്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണമായ അധികാരം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആദ്യമായി പഞ്ചായത്തി രാജിൽ വന്ന അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ CDP എന്ന പ്രോഗ്രാമാണ്. എന്താണ് CDP എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് CDP. 1952 CDP ഇന്ത്യയിൽ നിലവിൽ വന്നത്. 1952 ഒക്ടോബർ 2 നിലവിൽ വന്ന CDP അഥവാ ഗ്രാമീണ വികസന പദ്ധതി പ്രധാനമായിട്ടും ഇന്ത്യയുടെ പ്രാദേശിക ഗവൺമെന്റുകളുടെ വളർച്ചയ്ക്ക് ഒരു അടിത്തറ ഇടുകയാണ് ചെയ്തത്. എന്നാൽ ശ്രദ്ധിക്കുക, ഈ CDP എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുമിച്ചല്ല നടപ്പിലാക്കിയത്. അല്ലെങ്കിൽ തന്നെ ഇതൊരു പരീക്ഷണാടിസ്ഥാനമായിട്ട് CDP ചില സംസ്ഥാനങ്ങളിൽ മാത്രം ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത്. അതിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബിലാണ്. 1952 CDP പഞ്ചാബിൽ നടപ്പിലാക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തെന്ന് ചോദിച്ചാൽ CDP നടപ്പിലാക്കിയത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഔദ്യോഗികമായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തതാവട്ടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണെന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇനി ഈ CDP തയ്യാറാക്കി അല്ലെങ്കിൽ CDP നടപ്പിലാക്കി ഒരു വർഷം കഴിഞ്ഞ്, അതായത് 1953 ഒക്ടോബർ 2 1953 ഒക്ടോബർ 2 CDP എന്ത് ചെയ്യുന്നു? പുനർനാമകരണം ചെയ്ത് വേറൊരു പദ്ധതിയായിട്ട് വരികയാണ്. എന്താണ്? NES. എന്താണ് NES പദ്ധതി? നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് സ്കീം എന്ന് പറയാം. അങ്ങനെ CDPയെ NES എന്ന പേരിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഓർത്തു വയ്ക്കുക, CDP ആവട്ടെ NES ആവട്ടെ പ്രാഥമികമായിട്ട് ലക്ഷ്യം എന്താണ്? പ്രാദേശിക ഗവൺമെന്റുകളുടെ വളർച്ചയാണ്. ഈ CDP നിലവിൽ വന്നതുകൊണ്ടോ CDP നിലവിൽ വന്നതുകൊണ്ടോ NES നിലവിൽ വന്നതുകൊണ്ടോ ഒന്നും തന്നെ എന്ത് പറ്റിയില്ല? കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പഞ്ചായത്ത് രാജ് വളർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു വികസനം ഉണ്ടാക്കുവാൻ ഈ പദ്ധതികൾക്ക് മുഖ്യമായിട്ടൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളൊന്നും തന്നെ കൈവരിക്കുവാൻ സാധിച്ചില്ല. തൽഫലമായിട്ടാണ് നിരവധിയായ കമ്മിറ്റികൾ. എന്തുകൊണ്ടാണ് ഈ പദ്ധതികൾക്ക് ഇന്ത്യയിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയാത്തത് എന്നതിനോടുള്ള സൂചകമായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്
ഇന്ത്യയിൽ കുറച്ച് കമ്മിറ്റികളെ അന്നത്തെ ഗവൺമെന്റ് നിയോഗിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അത്തരത്തിലുള്ള കമ്മിറ്റികൾ ഏതൊക്കെ ശുപാർശയാണ് മുന്നോട്ട് വെച്ചതാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ തയ്യാറാക്കിയത് ഏത് പ്രോഗ്രാമാണ്? CDP ആണ് രാജ്യത്ത് ആദ്യമായിട്ട് 1952 അഡോപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തി രാജിന്റെ മുൻഗാമി ആരെന്ന് ചോദിച്ചാൽ അത് നമുക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ CDP എന്നാണ് പറയേണ്ടത്. എന്താണ്? പഞ്ചായത്തി രാജിന്റെ മുൻഗാമിയാണ് CDP അഥവാ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. CDP പദ്ധതികൾക്കും NES പദ്ധതികൾക്കും കാര്യമായ നേട്ടമുണ്ടാക്കുവാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തതെന്നും അല്ലെങ്കിൽ അതിൽ എന്താണ് ഡിഫക്റ്റ് സംഭവിച്ചതെന്നതിനെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അപ്പോൾ എന്ത് കമ്മിറ്റിയാണെന്ന് ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ വരെ ഈ ബൽവന്ത് റായ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ തന്നെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റിയെ കുറിച്ചും പഠിക്കാനുണ്ട്. അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കമ്മിറ്റി, അതായത് സന്താനം കമ്മിറ്റി, തുങ്കൻ കമ്മിറ്റി, അങ്ങനെയുള്ള കമ്മിറ്റികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അതിൽ ഫസ്റ്റ് വൺ ആണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ആദ്യമായിട്ട് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ ഹെഡ് ആയിരുന്ന ഈ കമ്മിറ്റിയുടെ ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ അത് ബൽവന്ത് റായ് മേത്തയാണ്. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി നിലവിൽ വരികയും അവയുടെ നിർദ്ദേശങ്ങൾ പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചതാവട്ടെ 1958 അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1957. ഈ കമ്മിറ്റിയുടെ പ്രധാന നിർദ്ദേശങ്ങളായിരുന്നു ഇന്ത്യയിൽ ഒരു ജനാധിപത്യ വികേന്ദ്രീകരണം നടപ്പിലാക്കണമെന്നത്. എന്താണ് ജനാധിപത്യ വികേന്ദ്രീകരണം? ഭരണം, ഇന്ത്യയുടെ അധികാരം മൂന്ന് തട്ടുകളിലായിട്ട് അധികാര വികേന്ദ്രീകരണം, അധികാരത്തെ വിഭജിച്ച് നൽകുക എന്നതിനെയാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ടോപ്പ്, മിഡില്, ലോ ലെവൽ, അങ്ങനെ 3 തരത്തിലായിട്ട് അധികാരം വിഭജിച്ച് നൽകുക എന്ന ഒരു സ്കീമാണ് ബൽവന്ത് റായ് മേത്ത മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായി അധികാര വികേന്ദ്രീകരണം വേണമെന്ന് അഭിപ്രായപ്പെട്ട കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇതിൽ പ്രധാനമായിട്ടും ഒരു ത്രിതല ഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് ബൽവന്ത് റായ് മുന്നോട്ട് വെച്ച ത്രിതല ഘടന? എന്താണ് ത്രിതല ഘടന എന്ന് ചോദിച്ചാൽ 3 സ്റ്റേജിലായിട്ടാണ് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്, അങ്ങനെ 3 ലെവൽ. എന്താണ് ജില്ലാ പഞ്ചായത്ത്, അതായത് ഡിസ്ട്രിക്ട് ലെവൽ, ജില്ലാ തലത്തിൽ വരുന്നതാണ് ജില്ലാ പഞ്ചായത്ത്. അത് കഴിഞ്ഞ് വരുന്ന ജില്ലാ സമിതി, നമ്മളിപ്പം ബ്ലോക്ക് പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതിന് ഈ ജില്ലാ സമിതി അഥവാ മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് വരുന്ന ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ 3 തരത്തിൽ അധികാരം വികേന്ദ്രീകരിക്കണം എന്നൊരു ത്രിതല ഘടന മുന്നോട്ട് വെച്ചതാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഗ്രാമപഞ്ചായത്തുകൾക്ക് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് അഥവാ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ് നടത്തേണ്ടതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും, എന്നാൽ ജില്ലാ പരിഷത്തിലും പഞ്ചായത്ത് സമിതിയിലും എന്തായിരിക്കും? ഇൻഡയറക്റ്റ് തെരഞ്ഞെടുപ്പ്, ഇൻഡയറക്റ്റ് ഇലക്ഷനുമാണ് നടത്തേണ്ടത്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് മാത്രം ഡയറക്റ്റ് ഇലക്ഷനും ജില്ലയിലും പഞ്ചായത്ത് സമിതിയിലും ഇൻഡയറക്റ്റ് ഇലക്ഷനുമാണ് നടത്തേണ്ടത്. അതുപോലെ തന്നെ എന്താണ് പറയാനുള്ളത്? ജില്ലാ പരിഷത്തിന്റെ ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ അത് ജില്ലാ കളക്ടർ ആയിരിക്കണം എന്നും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ്? ജില്ലാ പരിഷത്തിന്റെ ഹെഡ് ജില്ലാ കളക്ടർ ആയിരിക്കണം എന്നും കൂടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം. ഇത്തരത്തിലുള്ള വിപുലമായ ഇന്ന് നിലവിൽ കാണുന്ന പഞ്ചായത്തി രാജ് സംവിധാനവും ഇതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിപുലമായ സംവിധാനങ്ങൾ, നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തി രാജിന്റെ ശില്പി എന്താണ്? പഞ്ചായത്തി രാജിന്റെ ശില്പി എന്നോ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നോ ചോദിച്ചാൽ എഴുതേണ്ട പേരാണ് ബൽവന്ത് റായ് മേത്ത. എങ്ങനെയാണ്? ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ. പഞ്ചായത്ത് രാജിന്റെ ശില്പിയോ മുൻഗാമിയോ അങ്ങനെ ഏത് ചോദിച്ചാലും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. എന്നാൽ ഈ ഇന്ത്യയിൽ നിലവിൽ വന്ന പ്രാദേശിക സംവിധാനത്തിന് പഞ്ചായത്തി രാജ് എന്ന പേര് നൽകിയതാവട്ടെ അത് ജവഹർലാൽ നെഹ്റു ആണെന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ പഞ്ചായത്ത് രാജിന്റെ ശില്പി അല്ലെങ്കിൽ മുൻഗാമി പഞ്ചായത്ത് രാജിന്റെ ശില്പി അല്ലെങ്കിൽ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്തയെന്നും പഞ്ചായത്ത് രാജിന്റെ പേരിട്ട് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവുമാണ്. ഇനി പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് നിലവിൽ വരികയാണ്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്ത് രാജ് ആദ്യമായിട്ട് നിലവിൽ വന്നത്. 1959 എന്ത് ചെയ്തത്? പഞ്ചായത്ത് രാജ് രാജസ്ഥാനിൽ ഔദ്യോഗികമായിട്ട് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തത്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലും തുടർന്ന് രണ്ടാമതായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ചോദിച്ചാൽ അത് 1959 തന്നെയാണ്
ആ 59 നവംബർ 1 നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശിലുമാണ്. ആദ്യം രാജസ്ഥാൻ, രണ്ടാമതായിട്ട് ആന്ധ്രാപ്രദേശ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അതും എവിടെ തന്നെയാണ്? ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, അപ്പൊ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശിലാണ്. കൂടാതെ 1060 കേരളം, പഞ്ചാബ്, മഹാരാഷ്ട്ര, ഒറീസ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും 1960 പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കി തുടങ്ങി. ഇനി അപ്പൊ നമ്മൾ ഇത് പഠിച്ചത് എന്താണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ. ആ ശുപാർശയുടെ ഫലമായിട്ടാണ് ഇന്ന് നിലവിൽ വന്നത് പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അശോക് മേത്ത കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സന്താനം കമ്മിറ്റി ഉണ്ട്, തുങ്കൻ കമ്മിറ്റി ഉണ്ട്, എല്ലാം സിഗ്ബി കമ്മിറ്റി ഉണ്ട്. അതായത് ഓരോ കാലഘട്ടത്തിലും നിലവിൽ വന്ന ഗവൺമെന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ചില സമിതികളെ നിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കമ്മിറ്റിയാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിലിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് സന്താനം കമ്മിറ്റി. ഓക്കെ, എന്താണ് പേര്? സന്താനം കമ്മിറ്റി. സന്താനം കമ്മിറ്റി എന്താണെന്ന് ചോദിച്ചാൽ 1961 വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1963 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സന്താനം കമ്മിറ്റി. ആ പേരിൽ തന്നെയുണ്ട് സന്താനം കമ്മിറ്റി. ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ്? ധനകാര്യ മേഖലയിൽ പഠനം നടത്തുന്നതിന് വേണ്ടി നിലവിൽ വന്ന കമ്മിറ്റിയാണ് എന്തെന്ന് പറയും? സന്താനം കമ്മിറ്റി. ഓക്കെ, ധനകാര്യ മേഖലയിൽ പഠനം നടത്തുന്നതിന് നിലവിൽ വന്ന കമ്മിറ്റിയാണ്. ഇത് പ്രകാരം പ്രാദേശിക ഗവൺമെന്റുകളിലെ ഔദ്യോഗികമായിട്ട് ഫിനാൻസ് കോർപ്പറേഷനുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് സന്താനം കമ്മിറ്റി. എന്താണ് സംസ്ഥാന പഞ്ചായത്തി രാജ് ഫിനാൻസ് കോർപ്പറേഷനുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഏത് കമ്മിറ്റിയാണെന്ന് ചോദിക്കാം. അതാണ് സന്താനം കമ്മിറ്റി. സന്താനം കമ്മിറ്റി ഈ 3 നിർദ്ദേശമാണ്. പ്രധാനമായിട്ടും ഫിനാൻസ് ആണ് പറയുന്നത്. എന്താണ്? ധനകാര്യ മേഖലയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഫിനാൻസ് കോർപ്പറേഷൻ സ്ഥാപിച്ചു. 1963 നിലവിൽ വന്നു. മറ്റേത് ഏതാണ്? അശോക് മേത്ത നിലവിൽ വന്നത് 1900 വർഷത്തിലാണ്? 1957 റിപ്പോർട്ട് സമർപ്പിച്ചത് 58 നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അശോക് മേത്ത കമ്മിറ്റി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. 1977 ഡിസംബർ 12 ഈ 1977 ഡിസംബർ 12 അശോക് മേത്ത കമ്മിറ്റി നിലവിൽ വന്നത്. എന്നാണ് നിലവിൽ വന്നത്? 1977 ഡിസംബർ 12 നിലവിൽ വന്ന കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. അപ്പോൾ 1977 അശോക് മേത്ത കമ്മിറ്റി നിലവിൽ വന്നത്. കമ്മിറ്റി ഓഫ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നായിരുന്നു ഈ കമ്മിറ്റി അറിയപ്പെടുന്ന പേര്. എങ്ങനെയാണ്? കമ്മിറ്റി ഓഫ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നായിരുന്നു ഈ കമ്മിറ്റി അറിയപ്പെട്ടിരുന്ന പേര്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അശോക് മേത്തയാണ്. കൂടാതെ ഇമ്പോർട്ടന്റ് മലയാളിയായ EMS കൂടി ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്നു എന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. എങ്ങനെയാണ്? മലയാളിയായ EMS കൂടി അംഗത്വം എടുത്ത കമ്മിറ്റിയാണ് ഏതെന്ന് ചോദിച്ചാൽ അശോക് മേത്ത കമ്മിറ്റി. ഇനി നമുക്ക് ഈ അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ ബൽവന്ത് റായ് മേത്തയില് എങ്ങനെയാണ് പറഞ്ഞത്? ത്രിതല പഞ്ചായത്ത് സംവിധാനം അല്ലെങ്കിൽ ത്രിതല സംവിധാനം അല്ലേ പറഞ്ഞത്. എന്നാൽ അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ചത് ദ്വിമണ്ഡല സംവിധാനമാണ്. എന്താണ്? 2 സംവിധാനം മതി. ദ്വിമണ്ഡല സംവിധാനമാണ് അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. അതായത് ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്തും താഴെ മണ്ഡൽ പഞ്ചായത്തും എന്ന സംവിധാനമാണ് ഇത് മുന്നോട്ട് വെച്ചത്. കൂടാതെ 15,000 മുതൽ 20,000 വരെ ആയിരിക്കണം ഈ മണ്ഡൽ പഞ്ചായത്തിലെ ജനസംഖ്യ കൂടി എന്നും കൂടി ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ദ്വിമണ്ഡല സംവിധാനം ഒന്നാമതായിട്ട് എന്താണ്? ജില്ലാ പരിഷത്തും അത് കഴിഞ്ഞിട്ട് മണ്ഡൽ പരിഷത്തും മണ്ഡൽ പഞ്ചായത്തും അങ്ങനെ 2 സംവിധാനങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. ത്രിതലം ചോദിച്ചാൽ ആരെന്ന് എഴുതണം? ബൽവന്ത് റായ്. ദ്വിതലം ചോദിച്ചാൽ അശോക് മേത്തയാണ്. ഇതിൽ പറയുന്ന മറ്റു നിർദ്ദേശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് നികുതി പിരിക്കാനുള്ള അധികാരമുണ്ട് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. എന്താണ്? നികുതി പിരിക്കാനുള്ള അധികാരം പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ ഓഡിറ്റ് നടത്തണം എന്ന് മുന്നോട്ട് വെച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് സീറ്റുകൾ സംവരണം ചെയ്യണമെന്നും ഈ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു മന്ത്രിയെ തന്നെ നിയോഗിക്കണമെന്നും ഈ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ മന്ത്രിയെ തന്നെ നിയോഗിക്കണമെന്നും പ്രധാനമായിട്ട് അശോക് മേത്ത കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ന്യായ പഞ്ചായത്തുകൾ രൂപീകരിക്കണമെന്നും പഞ്ചായത്ത് രാജിന്റെ ദ്വിതല തലത്തിൽ എല്ലാം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്താണ്? പഞ്ചായത്ത് രാജിന്റെ ദ്വിതല തലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സജീവമായ പങ്കാളിത്തം ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഹനുമന്ത റാവു കമ്മിറ്റി. 1982 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1984
ഇത് പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്. അതായത് ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാനിംഗ് കമ്മീഷനെ നിയോഗിക്കണം എന്ന് പറഞ്ഞത് ഏതെന്ന് ചോദിച്ചാൽ അത് ഹനുമന്ത റാവു കമ്മിറ്റിയാണ്. ഈ ഒരു നിർദ്ദേശം മാത്രമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷൻ വരണമെന്ന് മുന്നോട്ട് വെച്ച കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ, നിർദ്ദേശം മുന്നോട്ട് വെച്ച കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അത് ഹനുമന്ത റാവു കമ്മിറ്റിയാണ്. ഇനി അടുത്ത് വരുന്ന ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് GVK റാവു കമ്മിറ്റി, LM സ്വിഗ്ഗി കമ്മിറ്റി, തുങ്കൻ കമ്മിറ്റി അവയെ കുറിച്ചാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. നമ്മുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഇത്തരം കമ്മിറ്റികളെ കുറിച്ച് തന്നെ സ്കൂൾ ടെക്സ്റ്റിൽ തന്നെ ഇപ്പൊ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റികളെ കുറിച്ച് പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 73ാം ഭേദഗതിയും 74ാം ഭേദഗതിയും, അതായത് പഞ്ചായത്തി രാജുമായി നഗരപാലിക സംവിധാനവുമായി ബന്ധപ്പെട്ട ഭേദഗതികളും കൂടെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ടേം തീരും. എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ടേം, എന്താണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് ക്ലാസ് കാണുക, നോട്ട് എഴുതി തന്നെ ക്ലാസ് കാണുക ശ്രമിക്കുക. പ്രധാനമായിട്ടും ഈ കമ്മിറ്റികളുടെ പേരും നിലവിൽ വന്ന വർഷം, അത് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്താണ്, ഇതെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. ഈ വരുന്ന എക്സാമുകളിലെല്ലാം തന്നെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എല്ലാവരും കണ്ടിന്യൂ ചെയ്ത് ക്ലാസ് കാണുക. താങ്ക്